മികവ് 2009 പഠന പ്രവർത്തനത്തിന്റെ ഭാഗമായി സാമൂതിരി ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് നിർമ്മിച്ച ലഘുചിത്രവും നാടകവുമാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ചലച്ചിത്രവും നാടകവും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങളെ പഠന വിഷയമാക്കുകയാണ് ഈ ചിത്ര നിർമ്മിതിയിലൂടെ ലക്ഷ്യമാക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത് ഇത്രയും മാത്രം. കണക്കിനും ശാസ്ത്രത്തിനും 100 മാർക്കും ഭാഷയ്ക്ക് 0 മാർക്കും വാങ്ങി പാസ്സാക്കുന്ന പരീക്ഷയാകരുത് ജീവിതം. അത്തരം പരീക്ഷണങ്ങളിൽ ഏർപ്പെടാനുള്ളതല്ല വിദ്യാഭ്യാസം. അത് വിദ്യയുടെ കേവലം ഒരു അഭ്യാസമോ അല്ലെങ്കിൽ ആഭാസമോ ആയിത്തീർന്നേക്കാം. അമ്മതൻ വാത്സല്യം, ഉത്കണ്ഠ, സാരോപദേശങ്ങൾ, വേദന, പ്രാർത്ഥന, നാമസങ്കീർത്തനം, നാട്ടുപുരാണങ്ങൾ, വീട്ടുവഴക്കുകൾ, ഊട്ടുത്സവങ്ങൾ, വിതപ്പൊലിപ്പാടുകൾ, നാവേറുമന്ത്രം, നറുക്കില പൂവുകൾ, നീർവീഴ്ചയാറ്റാൻ മരുന്നുകുറിപ്പുകൾ. എത്ര കൗതൂഹലം നോക്കിയാൽ മിണ്ടും ഈ ചിത്രലേഖത്തിന്റെ താളുകൾ. അമ്മ തൻ വാത്സല്യം, ഉത്കണ്ഠ, സാരോപദേശങ്ങൾ, വേദന, പ്രാർത്ഥന, നാമസങ്കീർത്തനം, നാട്ടുപുരാണങ്ങൾ, വീട്ടുവഴക്കുകൾ, കൂട്ടുത്സവങ്ങൾ, വിതപ്പൊലിപ്പാടുകൾ, നാവേറുമന്ത്രം, നറുക്കില പൂവുകൾ, നീർവീഴ്ചയാറ്റാൻ മരുന്നുകുറിപ്പുകൾ. നാദമായി വന്നെന്റെ നാവിലത്തേനായി നാഭിയിൽ സ്പന്ദിച്ചതീ ഉള്ളെഴുത്തുകൾ. നാദമായി വന്ന എന്റെ നാവിലത്തെ പിന്നെ അവിടെ കുത്തിച്ച് കൈ മുറിയണേ, കുത്തിക്കാളെ അതവിടെ കുത്തി. The Fields Medal is considered as the most prestigious mathematics and science prize. The official name of Fields Medal is International Medal for Outstanding Discoveries in Mathematical Science. This medal was? Annie, please, let's go. I'm fed up. What, Nandu? Sir, Veranayo? What? The most brilliant poet. Rajan sir, even the Kavimashi. I don't know, Annie. Let's go. Okay, let's go. Divya, come on. ദാ എല്ലാരും വാ, രാജൻ സാർ വരാനായിട്ടോ. വേഗം വാ, വേഗം വാ. പൂവുകൾ കാൽ വെക്കും തോറും നീ ആന്തരമായി വളരുന്നത് നോക്കി നോക്കി
കൗതുകമുൾക്കൊണ്ടു ചുറ്റുമേ നിൽപ്പുണ്ടു ഭൂതതത്രക്ഷരാമഗ്രജന്മാർ. ചാട്ടിലൂന്നാതെയും സംഭ്രമിക്കാതെയും വീട്ടിലും മുറ്റത്തും സഞ്ചരിപ്പോൾ ജ്യോതിർഘടങ്ങളെ കത്തിച്ചു വയ്ക്കാനും ഊതിക്കെടുത്താനും സാധിക്കുന്നു. നീയറിയാകിലും കാൺമതിയാകിലും നിൻവഴി തെറ്റാതെ എന്താ പിടിക്കാൻ കവിത കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ട്, പക്ഷെ ഇന്നലെ കിഡ്സ് വേർഷൻ അത്രയും സഹിക്കാം, അല്ലെങ്കിൽ പിന്നെ ഏലിയറ്റിലോട്ട് പോകണം. ഇത്രയും ടിപ്പിക്കൽ പോയംസ് ഒക്കെ ഞാൻ ചൊല്ലി പഠിച്ചെന്ന് അറിഞ്ഞാ എന്റെ പപ്പി മമ്മി എന്നെ കൊല്ലും. പോവാൻ പറയണി, വലിയ പണക്കാരി. പണക്കാരെ സ്കൂളിൽ പഠിച്ചുള്ള അഹങ്കാര. നീ ചൊല്ലിച്ചു. പൂവുകൾ കാൽ വെക്കും തോറും നീ ആന്തരമായി വളരുന്നത് നോക്കി നോക്കി കൗതുകമുൾക്കൊണ്ടു ചുറ്റുമേ നിൽപ്പുണ്ടു ഭൂതതത്രക്ഷരാമഗ്രജന്മാർ. വയലാർ അവാർഡ് നേടിയ പ്രശസ്ത കവിയും ഈ സ്കൂളിലെ പഴയ സഹപ്രവർത്തകനുമായിരുന്ന ശ്രീ രാജൻ മാസ്റ്റർ താമസിയാതെ തന്നെ ഇവിടെ എത്തിച്ചേരുമെന്ന് അറിയിച്ചിരിക്കുന്നു. ഓൾ കേരള എഡ്യൂക്കേഷൻ ഗ്രോത്ത് ഫെഡറേഷന്റെ ഈ പ്രാവശ്യത്തെ പ്രബന്ധ മത്സരത്തിൽ വിജയികളായ ഇവിടുത്തെ വിദ്യാർത്ഥികൾ ആനി ഫിലിപ്പിനെയും കെ എസ് അഭിരാമിയെയും ഈ ചടങ്ങിൽ പ്രത്യേകം ആദരിക്കുന്നതായിരിക്കും. രാജൻ സാറേ, അയാൾക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ടോന്ന്? പിന്നെ എത്ര അവാർഡാ കിട്ടിയിരിക്കുന്നെന്ന് അറിയോ? നോബൽ പ്രൈസ് വരെ അടിച്ച ആളല്ലേ. നോബൽ പ്രൈസ്? വാട്ട് എ നോൺസെൻസ്. എന്താ രാജൻ സാറിന് നോബൽ പ്രൈസ് കിട്ടിക്കൂടെ? നോനോ, ഈ നോബൽ പ്രൈസ് ഒക്കെ പറയുന്നതേ ഇറ്റ്സ് എ വേൾഡ് റെക്കഗ്നേഷൻ. അതൊക്കെ കിട്ടുന്നതേ സയന്റിസ്റ്റിനും മാത്തമാറ്റീഷ്യനാ. പ്രിയപ്പെട്ട കുട്ടികളെ, ആൾ കേരള എഡ്യൂക്കേഷൻ ഗ്രോത്ത് ഫെഡറേഷന്റെ ഈ വർഷത്തെ പ്രബന്ധ മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയ അഭിരാമിയെയും ആനി ഫിലിപ്പിനെയും ആദ്യമേ തന്നെ ഞാൻ ആശംസിച്ചുകൊള്ളുന്നു. പ്രത്യേകിച്ചും കെ എസ് അഭിരാമിയെ. കാരണം ആ കുട്ടിയുടെ എഴുത്തിൽ ഭാഷയുടെ ശക്തി തീവ്രമാണ്. നമ്മുടെ സംസ്കാരം എന്നാൽ നിരവധി ഘടകങ്ങളുടെ കൂടിച്ചേരലാണ് കുട്ടികളെ. നമ്മുടെ ആചാരവിചാരങ്ങൾ, ആഹാരവിഹാരങ്ങൾ, ഭാഷ, അനുഷ്ഠാനങ്ങൾ, സാഹിത്യം, കല, വിശ്വാസ പ്രമാണങ്ങൾ എന്നിങ്ങനെ നമ്മുടെ ജ്ഞാനകർമ്മ സമുച്ചയത്തിൻ്റെ ഫലസിദ്ധികളാണ് എൻ്റെയും നിങ്ങളുടെയും പൈതൃക സമ്പത്ത്. മനസ്സിൻ്റെ ഗുണങ്ങളാണ് ഏത് രാജ്യത്തിൻ്റെയും സാംസ്കാരിക പൈതൃകത്തിൻ്റെ ജീവൻ. മനസ്സിൻ്റെ ഗുണങ്ങളുടെ ആവിഷ്കാര മാധ്യമമാണ് ഭാഷ. അപ്പോൾ നമ്മുടെ ഭാഷ സാംസ്കാരിക പൈതൃകത്തിൻ്റെ ഏറ്റവും വിലപ്പെട്ടതെന്നർത്ഥം. മുലപ്പാലിനൊപ്പം നമ്മൾ നുണഞ്ഞാസ്വദിക്കുന്ന മധുരം നമ്മുടെ ഭാഷയുടേത് കൂടിയാണ്. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്യനു പെറ്റമ്മ തൻ ഭാഷ തൻ എന്നു പാടിയത് മഹാകവികളാണ്. വംശനാശം നേരിട്ട് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന പക്ഷിമൃഗാദികളുടെ എണ്ണത്തെക്കാൾ എത്രയോ അധികമാണ് ഭീഷണി നേരിടുന്ന ഭാഷകളുടെ എണ്ണം. ഇന്നുള്ള ഭാഷകളിൽ 7% ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം വംശനാശം നേരിടുന്ന സസ്തനികൾ 4%, പക്ഷികൾ 2% മാത്രമാണ്. അംഗസംഖ്യ 50-ൽ താഴെ മാത്രമുള്ള 58 പക്ഷിവർഗങ്ങളാണ് നമുക്കുള്ളതെങ്കിൽ 50 പേർ പോലും സംസാരിക്കാനില്ലാത്ത ഭാഷകളുടെ എണ്ണം ഇതിന്റെ 6 ഇരട്ടി വരും. AD 1600 ശേഷം 306ഓളം ഭാഷകളാണ് ഈ ഭൂമുഖത്തിൽ നിന്ന് തുടച്ചു മാറ്റപ്പെട്ടിട്ടുള്ളത്. പക്ഷേ ഈ കാലയളവിൽ നശിച്ചുപോയ പക്ഷികളുടെ എണ്ണം 125-ഉം സസ്തനികളുടെ എണ്ണം 87 മാത്രമാണ്. പേരാറിൻ്റെയും പെരിയാറിൻ്റെയും അതിരുകൾക്കുള്ളിലാണ് നമ്മുടെ സംസ്കാരവും മലയാള ഭാഷയും വളർന്നു പൂത്തൊലിഞ്ഞത്. മലയാള ഭാഷയുടെ കവികളെല്ലാം ഇവയുടെ സമതലത്തിലുള്ളവരായി. പൂന്താനം, എഴുത്തച്ഛൻ, വള്ളത്തോൾ, ജി ശങ്കരക്കുറുപ്പ്, കൊടുങ്ങല്ലൂർ തമ്പുരാക്കന്മാർ എന്നിങ്ങനെ നിരവധി പ്രതിഭാധനന്മാർ. എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, ഭാഷകൾ നശിക്കുക എന്ന് വെച്ചാൽ ഒരു സംസ്കാരത്തിൻ്റെ, പൈതൃകത്തിൻ്റെ വേരുകൾ അറ്റുപോവുക തന്നെയാണ്. നമുക്ക് വേരുകൾ ഉണ്ടായിരിക്കണം. കാൽച്ചുവട്ടിലെ മണ്ണിന്റെ അഗാധതയോളം ആഴ്ന്നിറങ്ങിയ വേരുകൾ, ഉറച്ച വേരുകൾ. നാളെ ഈ
നമ്മളാരുടെ കുട്ടികൾ, ആരുടെ നോവുകൾ, തായ്മൊഴി തന്നീണമെങ്ങനെ, നാവെടുത്തോതുന്നതെങ്ങനെ, ഓർക്കുന്നതെങ്ങനെ, തായ്മൊഴി തന്നീണമെങ്ങനെ, നാവെടുത്തോതുന്നതെങ്ങനെ, ഓർക്കുന്നതെങ്ങനെ, തായ് മനസ്സിന്റെ തുടിപ്പുകളെങ്ങനെ, തായ്ച്ചൊല്ലിലൂറിയ താളങ്ങളെങ്ങനെ, താരാട്ടിലോലുന്ന മാധുര്യമെങ്ങനെ. ഞങ്ങളുടെ രാജൻ സാറിന് ചെയ്തത് എത്ര സമയം കിട്ടിയോ നിങ്ങൾക്ക്? നിന്റെ കാര്യം നോക്കാൻ ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നേ. രാജമാച്ചി വരാൻ നേരത്തെ സ്റ്റേജിൽ രണ്ട് കസാരം മണി പെട്ടെന്ന് നിങ്ങൾ എന്താ കളിക്കുന്നത്? എത്രയും ടൈം ഉണ്ടായിട്ട് പെട്ടെന്ന് പാടൂ. എന്താ കളിക്കുന്നത്? Good now? Yes. Take 5. Okay. Annie, please, let's go. I'm fed up. What, Nandu? Sir, what? The most brilliant poet, Rajan sir. He was a calm machine. I don't know. Hey, എല്ലാവരും പടകത്തിന് തീ കൊടുത്താനായില്ല തോന്നുന്നേ. Come, let's go. പോവുക കാൽ വെക്കും തോറും നീ ആന്തരമായി വളരുന്നത് നോക്കി നോക്കി കൗതുകം ഉൾക്കൊണ്ടു ചുറ്റുമേ നിൽക്കൊണ്ടു ഭൂതതന്ത്രജ്ഞരാമഗ്രജന്മാർ ചാട്ടിലൂന്നാതെയും സംഭ്രമിക്കാതെയും വീട്ടിലും മുറ്റത്തും സഞ്ചരിപ്പോൾ ജ്യോതിർഗണങ്ങളെ എന്താപ്പത്ത ചിരിക്കാൻ? കവിത ചൊല്ലണ കേട്ടിട്ടില്ലേ? കവിത ചൊല്ലണ കേട്ടിട്ടുണ്ട്, പക്ഷെ ഇങ്ങനെ അത്രയും സഹിക്കാം, അല്ലെങ്കിൽ പിന്നെ എലിറ്റിലോട്ട് പോകണം. ഇത്രയും ടിപ്പിക്കൽ പോയംസ് ഒക്കെ ഞാൻ ചൊല്ലി പഠിച്ചെന്ന് ഞാൻ വീട്ടിലറിഞ്ഞ സത്യം നമ്മെ ക്ലോസ്. ആദ്യം നമുക്ക് പുറത്തുപോയി പാടാം. പ്രശസ്ത കവിയും ഈ സ്കൂളിലെ പഴയ സഹപ്രവർത്തകനുമായിരുന്ന ശ്രീ രാജൻ മാസ്റ്റർ താമസിയാതെ തന്നെ ഇവിടെ എത്തിച്ചേരുമെന്ന് അറിയിച്ചിരിക്കുന്നു. രാജൻ സാറേ അയാൾക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ടോ? പിന്നെ എത്ര അവാർഡ് കിട്ടിയിരിക്കുന്നെന്ന് അറിയോ? നോബൽ പ്രൈസ് വരെ കിട്ടിയ ആളല്ലേ. നോബൽ പ്രൈസ്? വാട്ട് നോൺസെൻസ്. എന്താ രാജൻ സാറിന് നോബൽ പ്രൈസ് കിട്ടിക്കൂടെ? നോ, ഈ നോബൽ പ്രൈസ് എന്നൊക്കെ പറയുന്നേ ഇറ്റ്സ് എ വേൾഡ് റെക്കഗ്നൈസേഷൻ. അതൊക്കെ കിട്ടുന്നത് സയൻസിലും മാത്തമാറ്റിക്സിലും. പ്രിയപ്പെട്ട കുട്ടികളെ, ആൾ കേരള എഡ്യൂക്കേഷൻ ഗ്രോത്ത് ഫെഡറേഷൻ്റെ ഈ വർഷത്തെ പ്രബന്ധ മത്സരത്തിൽ ഒന്നാം സ്ഥാനക്കാരായ KS അഭിരാമിയെയും ആനി ഫിലിപ്പിനെയും ആദ്യമേ തന്നെ ഞാൻ ആശംസിച്ചുകൊള്ളുന്നു. പ്രത്യേകിച്ച് KS അഭിരാമിയെ. കാരണം ആ കുട്ടിയുടെ എഴുത്തിൽ ഭാഷയുടെ ശക്തി തീവ്രമാണ്. നമ്മുടെ ആചാരവിചാരങ്ങൾ, ആഹാരവിഹാരങ്ങൾ, ഭാഷ, അനുഷ്ഠാനങ്ങൾ, സാഹിത്യം, കല, വിശ്വാസപ്രമാണങ്ങൾ എന്നിങ്ങനെ ജ്ഞാനകർമ്മ സമുച്ചയത്തിൻ്റെ ഫലസിദ്ധികളാണ് എൻ്റെയും നിങ്ങളുടെയും സാംസ്കാരിക പൈതൃകത്തിൻ്റെ കാതൽ. അംഗസംഖ്യ 50-ൽ കുറവ് വരുന്ന പക്ഷിമൃഗാദികളുടെ എണ്ണം 58 ആണെങ്കിൽ 50 പേർ പോലും സംസാരിക്കാനില്ലാത്ത ഭാഷകളുടെ എണ്ണം ഇതിൻ്റെ 6 ഇരട്ടി വരും. AD 1600 ശേഷം 306ഓളം ഭാഷകളാണ് നമ്മുടെ ഈ നാട്ടിൽ നിന്ന് തുടച്ചു മാറ്റപ്പെട്ടിട്ടുള്ളത്. അങ്ങനെയെന്നാൽ പക്ഷികളുടെ എണ്ണം 125ഉം മറ്റ് സസ്തനികളുടെ എണ്ണം 87ഉം തന്നെയാണ്. എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, ഭാഷകൾ നശിക്കുക എന്ന് വച്ചാൽ ഒരു സംസ്കാരത്തിൻ്റെ
പൈതൃകത്തിൻ്റെ വേരുകൾ അറ്റുപോവുക തന്നെയാണ്. നമുക്ക് വേരുകൾ ഉണ്ടായിരിക്കണം. കാൽച്ചുവട്ടിൻ്റെ മണ്ണിൻ്റെ അഗാധതയോളം ആഴ്ന്നിറങ്ങിയ വേരുകൾ, ഉറച്ച വേരുകൾ. ഉമാകേരളം എന്ന ചലച്ചിത്രവും ഉമാകേരളം എന്ന അതേ പേരിലുള്ള നാടകവും നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞു. ഈ വിഷയം രണ്ട് മാധ്യമങ്ങളിലൂടെ രണ്ട് തരത്തിലായിട്ട് ആവിഷ്കരിക്കുകയാണ് ചെയ്തത്. അടിസ്ഥാനപരമായിട്ട് ചലച്ചിത്രം എന്ന് പറയുന്നതും നാടകം എന്ന് പറയുന്നതും പരസ്പര ബന്ധിതമാണെങ്കിൽ പോലും രണ്ട് വ്യത്യസ്ത മാധ്യമങ്ങളാണ്. ചലച്ചിത്രത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു സംവിധായകൻ്റെ മാധ്യമം എന്ന് പറയാൻ കഴിയുമെങ്കിൽ നാടകം ഏറെക്കുറെ നാട്യധർമ്മിയാണ്, അത് നടൻ്റെ മാധ്യമം കൂടിയാണ്. അരങ്ങ് എന്ന് പറയുന്ന ഒരു വേദി, അരങ്ങിൻ്റെ അധിപൻ യഥാർത്ഥത്തിൽ നടനോ നടിയോ മാത്രമാണ്. എന്നാൽ ചലച്ചിത്രത്തിൽ ഒരു സംവിധായകന് ഇടയ്ക്കിടയ്ക്ക് ഈ രംഗങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് ഇടപെടാനുള്ള സ്വാതന്ത്ര്യമുള്ളതുകൊണ്ട് അവിടെ സംവിധായകന്റെ പ്രാമാണിത്വവും നടന്റെ അപ്രമാണിത്വമാണ് സംഭവിക്കുന്നത്. നാടകം തീർച്ചയായിട്ടും രംഗമാധ്യമമാണ്. ആ രംഗമാധ്യമം എന്ന് പറയുന്നത്, ആ രംഗത്തിൻ്റെ ആവിഷ്കാരം എന്ന് പറയുന്നത് ഒരു നടൻ്റെയോ നടിയുടെയോ അല്ലെങ്കിൽ അവർ ഇരുവരുടെയോ ആശയപ്രകാശനമാണ്. അവരുടെ അഭിനയ പ്രകടനത്തിൽ മാത്രം ഊന്നിക്കൊണ്ടാണ് ആ ഭാഷ വികസിച്ചു പോകുന്നത്. എന്നാൽ സിനിമയെ സംബന്ധിച്ചിടത്തോളം സംവിധായകൻ എന്ത് കാണിക്കാൻ ആഗ്രഹിക്കുന്നുവോ അത് മാത്രമേ നിങ്ങൾ കാണുന്നുള്ളൂ. അഭിനയത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അഭിനയത്തിൻ്റെ സൂക്ഷ്മതലങ്ങൾ അല്ലെങ്കിൽ സൂക്ഷ്മതലാർത്ഥങ്ങൾ ഉള്ള അഭിനയ രീതി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ സാധിക്കുന്ന മാധ്യമം ചലച്ചിത്രമാണ്. ആ ഒരു സ്വാതന്ത്ര്യം നിർഭാഗ്യവശാൽ നാടകം എന്ന് പറയുന്ന മാധ്യമത്തിനില്ല. നാടകത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു നടൻ്റെ കൺപുരികങ്ങൾ ചലിക്കുന്നതോ അല്ലെങ്കിൽ കണ്ണിൽ ഒരു തുള്ളി കണ്ണീര് വന്നടിയുന്നതോ ഉണ്ടാക്കിയെടുക്കുക അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു വികാര പ്രകടനം ഉണ്ടാക്കിയെടുക്കുക തീർച്ചയായിട്ടും സാധിക്കാത്തൊരു പ്രക്രിയയാണ്. കാരണം എന്ന് പറഞ്ഞാൽ അത്തരത്തിലുള്ള ഒരു അഭിനയം വേണമെങ്കിൽ അമിതാഭിനയത്തെ കൂട്ടുപിടിച്ചേ പറ്റൂ. കാരണം വേദിയിൽ ഇരിക്കുന്ന ഏറ്റവും മുന്നിലിരിക്കുന്ന ഒരു പ്രേക്ഷകനും ഏറ്റവും പിറകിലിരിക്കുന്ന പ്രേക്ഷകനും ഒരുപോലെ അത് ആസ്വദിക്കാൻ കഴിയണമെങ്കിൽ തീർച്ചയായിട്ടും രംഗത്ത് സ്റ്റേജിൽ നടൻ എന്ന് പറയുന്ന വ്യക്തി അമിതമായ അഭിനയത്തെ കൂട്ടുപിടിച്ചേ പറ്റും. നാടകത്തെ സംബന്ധിച്ചിടത്തോളം രംഗം അല്ലെങ്കിൽ അരങ്ങ് എന്ന് പറയുന്ന ഘടകത്തിന് ഒരർത്ഥത്തിൽ അതിൻ്റെതായ പരിമിതികളും മറ്റൊരർത്ഥത്തിൽ അതിൻ്റെതായ സാധ്യതകളും ഉണ്ട് എന്നുള്ളതാണ് സത്യം. പരിമിതി എന്ന് പറയുന്നത് പ്രത്യേകിച്ചും ഈ ഒരു ചതുരക്കള്ളിയാണ്. നാടകത്തിൻ്റെ രൂപഘടനയ്ക്ക് അനുയോജ്യമായ ഒരു ചതുരക്കള്ളി, ഒരു രംഗം. ഈ ഒരു പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് മാത്രമേ നമുക്ക് എന്ത് തന്നെ ഏത് ഇതിവൃത്തമാണെങ്കിൽ പോലും നമുക്ക് പരീക്ഷ നടത്താൻ സാധിക്കുകയുള്ളൂ. എന്നാൽ സിനിമ എന്ന് പറയുമ്പോൾ ചലച്ചിത്രം എന്ന മാധ്യമത്തിന് വാതിൽപ്പുറ ചിത്രീകരണ രീതികൾ അവലംബിച്ചുകൊണ്ട് ഏത് പശ്ചാത്തലത്തിൽ പോയിട്ടും ഏത് കാലാവസ്ഥയിൽ പോയിട്ടും ഏത് തരത്തിലുള്ള ചിത്രീകരണ രീതികളുമായിട്ടും ഇടപഴകിക്കൊണ്ട് പുതിയൊരു ദൃശ്യ സംസ്കാരം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ചലച്ചിത്രത്തിൻ്റെ മറ്റൊരു നേട്ടം. ഒരു വിധത്തിലുള്ള ശബ്ദ നിയന്ത്രണം വളരെയധികം പരിശീലിക്കപ്പെട്ട ഒരു വിഭാഗമാണ് നാടക നടീനടന്മാർ. എന്നാൽ സിനിമയെ സംബന്ധിച്ചിടത്തോളം ശബ്ദം കടം കൊള്ളാവുന്ന മറ്റൊരു പ്രക്രിയയാണ്. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിയുടെ ശബ്ദം മോശമാണെങ്കിൽ വേറൊരു വ്യക്തിയിൽ ശബ്ദം സ്വീകരിക്കാം, അതുപോലെ തന്നെ ശബ്ദത്തിൻ്റെ ശൈലി സ്വീകരിക്കാം. ഈ തരത്തിലുള്ള ഒരു സജ്ജീകരണം അല്ലെങ്കിൽ ആ തരത്തിലൊരു ഘടകം അല്ലെങ്കിൽ ആ സംവിധാനം ചലച്ചിത്ര വേദിക്കകത്തുണ്ട്. ഇത് നമ്മൾ ഡബ്ബിംഗ് എന്ന് പറയുന്നുണ്ട്. ഈ ഒരു സംഭവം നാടകത്തിനില്ല. പലപ്പോഴും നമ്മൾ അനുവർത്തിച്ചു പോരുന്ന ഒരു കാഴ്ചപ്പാടുണ്ട്. എന്താണെന്ന് വെച്ചാൽ സിനിമയ്ക്ക് ആധാരമായ തിരക്കഥയിൽ കാണുന്ന സീൻ, ദൃശ്യം എന്ന് പറയുന്നത് ഒരു സീൻ. ഈ ഒരു സീനാണ് നാടകത്തിലെ ഒരു രംഗമെന്ന്.
അത് രണ്ടും രണ്ടാണ്. ഒരു സിനിമയിലെ സീനും നാടകത്തിലെ രംഗവും തമ്മിൽ വലിയ ബന്ധങ്ങളൊന്നുമില്ല. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു സിനിമയ്ക്കുള്ളിലെ സീനിനേക്കാൾ കൂടുതൽ ഒരു സീക്വൻസ്, ഒരു കഥാമുഹൂർത്തമാണ് നാടകത്തിലെ രംഗം എന്ന് പറയാൻ സാധിക്കും. നാടകവും ചലച്ചിത്രവും തമ്മിലുള്ള മാധ്യമ ഭാഷയുടെ വ്യത്യാസങ്ങൾ, മാധ്യമങ്ങളുടെ വ്യാകരണങ്ങൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ വളരെ ഗൗരവപൂർണമായ ഒരു പഠന വിഷയമാണ്. ഒരു ചെറിയ ഹ്രസ്വമായ ഒരു നേരം കൊണ്ട് പങ്കുവെക്കാവുന്നൊരു വിഷയമല്ല. എങ്കിൽ പോലും ഈ ഒരു കൊച്ചു ചിത്രത്തിലൂടെയും ഈ ഒരു കൊച്ചു നാടകത്തിലൂടെയും ഈ പറഞ്ഞ വ്യത്യാസങ്ങൾ സാമാന്യമായിട്ടെങ്കിലും പ്രേക്ഷകന് അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടാകും എന്നാണ് എൻ്റെ വിശ്വാസം.